നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം, കഴിഞ്ഞ ദിവസം കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനെ തുറന്നിട്ട് കോഫി ഡേ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ ഓഹരികളിലുണ്ടായ തകർച്ചയും അതിൻ്റെ ബാക്കി പത്രമാണ്. നിങ്ങൾക്ക് ഓർമ്മയുള്ള പോലെ തന്നെ ഏകദേശം ഒരു 7-8 മാസം മുമ്പ് നമ്മൾ കോഫി ഡേയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് മാളവ്യ ഹെഗ്ഡെ, അതായത് അവരുടെ ഭർത്താവിൽ നിന്നും ഇത് ഏറ്റെടുത്ത് ഭർത്താവിൻ്റെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള വിയോഗത്തെ തുടർന്ന് ഇതിൻ്റെ സാരഥിയാകേണ്ടി വന്നിട്ടുള്ള മാളവ്യ ഹെഗ്ഡെ ഏറ്റെടുത്തതിനെ തുടർന്ന് കമ്പനി വലിയ നഷ്ടത്തിൽ നിന്നും വലിയ ലാഭത്തിലേക്ക് കുതിച്ചുയർന്നു എന്നുള്ള രീതിയിലുള്ള പത്രമാധ്യമ റിപ്പോർട്ടുകളും പലരും ഇത് പുകഴ്ത്തിപ്പാടലുകളും ഒക്കെ നടത്തി മീഡിയ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. അപ്പോൾ ആ കാലത്ത് തന്നെ നമ്മൾ ആ ഒരു ക്വാർട്ടർലി റിസൾട്ടും പിന്നെയുള്ള ബാലൻസ് ഷീറ്റും കണ്ടിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കുറച്ച് സംശയങ്ങളൊക്കെ നമ്മൾ ഉയർത്തിയിരുന്നത്. കാരണം കമ്പനി ലാഭത്തിലേക്ക് പോയി എന്ന് പറയപ്പെടുമ്പോഴും അതിനകത്തുള്ള ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ കാലത്ത് കണ്ടിരുന്ന പല അസറ്റുകളും അതിനകത്ത് നമ്പേഴ്സിൻ്റെ അകത്ത് കാണാനില്ല. അതേപോലെ തന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനും അതുപോലെ തന്നെ പലയിടത്തും വെച്ചിരുന്ന NCDകളെ കുറിച്ചും ഒന്നും ബാലൻസ് ഷീറ്റിൽ പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് ബാധ്യതകൾ പലതും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയോ അഥവാ പുതുതായിട്ടുണ്ടായ ബാധ്യതകൾ അത് അതിനകത്ത് വരികയോ ചെയ്തില്ല എന്നുള്ള ചെറിയൊരു ദുരൂഹത അന്ന് അക്കാര്യത്തിൻ്റെ അത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെറും മാധ്യമ സൃഷ്ടി മാത്രമാണോ എന്നുള്ളതിനെക്കുറിച്ചൊരു സംശയം നമ്മൾ പ്രകടിപ്പിച്ചു. ആ ഒരു സംശയത്തിൻ്റെ ഏകദേശം ഒരു പൂർത്തീകരണം എന്ന രീതിയിലാണ് ഇപ്പോൾ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഈ ഒരു ഉത്തരവ് വരുന്നത്. ഈ ഒരു ഉത്തരവ് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, IDBI ട്രസ്റ്റിഷിപ്പിൻ്റെ എടുത്തിരുന്ന കോഫി ഡേ എൻ്റർപ്രൈസസിൻ്റെ എടുത്തിരുന്ന കുറച്ച് NCDs അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് ഓണർ ചെയ്യുന്നില്ല, അതിൻ്റെ പേയ്മെൻറ്റ്സും കൊടുക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ്. ഏകദേശം 250 കോടിയുടെ അടുത്തുള്ള പേയ്മെൻറ്റ്സ് ഡ്യൂ ആണ്. ഇതിനെ തുടർന്നാണ് IDBI ട്രസ്റ്റിഷിപ്പ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലേക്ക് പോയി ഇൻസോൾവൻസിക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവ് നേടിയെടുത്തത്. ഇതിനെ തുടർന്ന് ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് ഏകദേശം 20% ലോവർ സർക്യൂട്ടിലേക്ക് കോഫി ഡേ എൻ്റർപ്രൈസസ് കൂപ്പുകുത്തി ഡീലിസ്റ്റിങ്ങിനുള്ള റിസ്ക് അവിടെ നിലനിൽക്കാനും തുടങ്ങി. അപ്പോൾ മിനിയാന്ന് മാളവ്യ ഹെഗ്ഡെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് അതോറിറ്റിക്ക് നിവേദനം കൊടുത്തതിനെ തുടർന്ന് ഇത് താൽക്കാലികമായി മരവിപ്പിച്ചു. എങ്കിൽ പോലും യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഏകദേശം 15 കോടിയുടെ അടുത്ത് വരുന്ന ഇൻട്രസ്റ്റ് ഡിഫോൾട്ടൊന്നും അതിൻ്റെ അത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ യാഥാർത്ഥ്യം വളരെ ലളിതമാണ്. പല കടബാധ്യതകളും മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുകയോ ചെയ്യുകയും പല ആസ്തികളും ഒരു പരിധിവരെ പെരുപ്പിച്ചു കാണിക്കുകയോ അല്ലെങ്കിൽ അവ വിറ്റിട്ട് കൊളാറ്ററൽ ആയിട്ടുള്ളത് ഉൾപ്പെടെ ചില കടങ്ങളെല്ലാം കുറച്ച് കാണിക്കുകയോ ചെയ്തു. അതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നത്. അല്ലാതെ കമ്പനിയുടെ ഓപ്പറേഷൻസ് കാര്യമായിട്ട് റീവാമ്പ് ചെയ്യുകയോ പുതിയ ക്യാഷ് സ്ട്രീംസ് ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്നത്തെ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറയുന്നത് എന്താണ്, ഇതിൻ്റെ അകത്ത് എല്ലാ മീഡിയയും കംപ്ലീറ്റ് മണ്ടന്മാരാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അന്നും ഇന്നും എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സത്യങ്ങളൊക്കെ മൂടി വെക്കണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും പറ്റും. പക്ഷേ സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണം. സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആർക്കും ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. വാഴ്ത്തുപാട്ടുകൾ കേൾക്കാനും വീരകഥകൾ കേൾക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് സ്വന്തം പണത്തെ ബാധിക്കുമ്പോൾ മാത്രമേ, സ്വന്തം സ്വത്തിനെ ബാധിക്കുമ്പോൾ മാത്രമേ, സ്വന്തം കുടുംബത്തെ ബാധിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് തുടങ്ങിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തുടർന്നും സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് കേൾക്കാതിരിക്കാം. ഇത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കോഫി ഡേ എൻ്റർപ്രൈസസ് ചിലപ്പം ഡീലിസ്റ്റഡായി പോയേക്കാം. ഒരു 90% സാധ്യത അതിനാണ്. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ രീതിയിൽ നിക്ഷേപകർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള വാർത്തകളാണ്. വാർത്തകൾ പടച്ചുവിടാൻ വേണ്ടിയിട്ട് പല മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. ആകെ ഇവിടെ നുണ പറയാത്തത് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഫാബ്രിക്കേറ്റ് ചെയ്ത നമ്പേഴ്സും ചിലപ്പോൾ നുണ പറയും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോഫി ഡേ എൻ്റർപ്രൈസസിന് വരെ നമ്പേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത മറ്റു പല കമ്പനികളെയും നമ്മൾ എത്തരത്തിൽ വിശ്വസിക്കണമെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അതുകൊണ്ട് സുരക്ഷിതമെന്നോ അല്ലെങ്കിൽ വാർത്തകളിലൂടെ വരുന്ന വലിയ ഓർഡേഴ്സ് കിട്ടി അല്ലെങ്കിൽ കടം പെട്ടെന്ന് കുറച്ചു കൊണ്ടുവന്നു എന്നെല്ലാം പറയുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ണും അടച്ചുപൂട്ടി വിശ്വസിച്ച് അതിൻ്റെ പുറകെ, അത്തരം കമ്പനികളുടെ പുറകെ ഓടിപ്പോയി പണം നിക്ഷേപിച്ച് പണം കളയാതിരിക്കുക. നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റും അതുപോലെ നമ്പേഴ്സും വളരെ റിഗ്രസ് ആയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മുൻനിര ഓഹരികളിൽ നിങ്ങളുടെ നിക്ഷേപം ഒതുക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നല്ല മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്ത രീതിയിൽ ഭാഗ്യാന്വേഷികളായിട്ട് മാറി മറഞ്ഞിരിക്കുന്ന രത്നങ്ങളെ തേടി നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ മിക്കവാറും രത്നം തേടാൻ വേണ്ടി നടന്ന പണം മാത്രമായിരിക്കും മിച്ചം. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർത്തിയാക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.